അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഷെയർ ദ ക്രെഡിറ്റ് ആൻഡ് പ്രൈസ് എന്ന് പറഞ്ഞു. ഈ ഞാൻ ആ വീഡിയോ ഒരിക്കലും ഇങ്ങനെ പിന്നെ എനിക്കത് കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതൊരു നല്ലൊരു വീഡിയോ ആണ്. ഒരു പക്ഷെ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഏതോ ഒരു ഫിലിം അവാർഡ് നൈറ്റില് പിഷാരടി ക്രെഡിറ്റ് കൊടുക്കുന്നൊരു എനിക്ക് ക്രെഡിറ്റ് വേണ്ട എന്ന് പറയുന്ന ഒരു സീനുണ്ട്. എത്ര ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും? ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് ഈ പ്രഭാസിന് ഒരു ഐഡിയ പുള്ളി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പന വളച്ച് ചാടാനുള്ള ഐഡിയ ഈ പിഷാരടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പുള്ളി പറയും എനിക്ക് ക്രെഡിറ്റ് വേണ്ട. അതുപോലെ തന്നെ ട്രംപിനൊരു അഡ്വൈസ് കൊടുത്തിട്ട് പുള്ളി പറയും എനിക്ക് ക്രെഡിറ്റ് വേണ്ട എന്ന് വെച്ചാൽ ഭയങ്കര ഈ ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കാരെ നന്നായിട്ട് കളിയാക്കിക്കൊണ്ടുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. അത് നല്ല രസകരമായിട്ട് തോന്നും. ആരെങ്കിലും കാണിയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ കേട്ടോ. കാരണം ഞാനത് പിന്നെ നോക്കിയിട്ട് കണ്ടില്ല. എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിന് ഈ ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഈ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അവർക്കൊന്നും ഒരിക്കലും ഈ ആൾക്കാരുടെ ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ ഒരു ഇന്റഗ്രിറ്റി ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യം പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ, പറ്റാത്ത കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കി വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ചെയ്താലാണ് ആൾക്കാർ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പോകും. മറ്റുള്ള ആൾക്കാർ നമ്മളൊന്ന് സ്പെഷ്യൽ ആയിട്ടൊന്ന് ഫീൽ ചെയ്താൽ, അവർക്ക് നമ്മളെ അടുത്ത് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇതൊന്നും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്, നമുക്കും ഇഷ്ടമുള്ളത് തന്നെ. ഇത് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും? നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രേറ്റ് പർപ്പസിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പ്രോജക്റ്റിൽ ഇൻസ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകള് എല്ലാ അതിരുകളും ഭേദിക്കുന്നുണ്ടാവും. ലിമിറ്റേഷൻസിനെ ട്രാൻസെൻഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത് അതിന്റെ 10 മടങ്ങായിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാറ്റിനേക്കാളും ഫ്ലെക്സിബിൾ ആണ് എന്ന് നമുക്ക് തോന്നണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണം, അല്ലെ ആവാം. ഒരു പർവ്വതത്തിനൊപ്പം സ്റ്റേബിൾ ആയിരിക്കണം. ഒരു സമയത്ത് ഒരു മൂഡ്, വേറൊരു സമയത്ത് വേറൊരു മൂഡ്, ഒരു നല്ല സിറ്റുവേഷൻ വരുമ്പം ഒരു ആറ്റിറ്റ്യൂഡ്, വേറെ ഏതെങ്കിലും ലെവലിലൂടെ കടന്നു പോകുന്ന സമയത്ത് വേറൊരു ആറ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിനെ പോലെ ഫ്ലെക്സിബിൾ ആവും. അതുപോലെ തന്നെ ഒരു പർവ്വത കണക്കെ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കും. അത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നുണ്ടാവും. നമ്മൾ ആൾക്കാരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒപ്പീനിയനിൽ നിന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്കായിരിക്കും. അതുപോലെ തന്നെ എന്ത് ചാലഞ്ചസ് വരുന്ന സമയത്ത് ഫിയർലെസ് ആയിരിക്കും. നമുക്ക് ഇഷ്ടംപോലെ ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഭയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. എന്നെ കുറിച്ച് ഞാൻ ആയാം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ സാധനമൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ കാറ്റിനെ പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ പർവ്വതം കണക്കെ സ്റ്റേബിളാണ്. മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായമൊന്നും എന്നെ ബാധിക്കുന്നുണ്ടാവില്ല. കാരണം എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. ഏത് സിറ്റുവേഷനിലും ഞാൻ ഫിയർലെസ് ആണ്. ഇത് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലാണ് ഡിഫറൻസുകൾ ഉണ്ടാകും. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മൾ ഒരു ബെറ്റർ ചോയ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കണം, ബെറ്റർ ഹാബിറ്റുകൾ ഉണ്ടാക്കണം. അവിടെ നിന്നാണ് ഒരു ബെറ്റർ ക്യാരക്ടർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ. ശരിക്കും പറഞ്ഞാല് നമ്മൾ കുറച്ചുകൂടി വാല്യൂബിൾ ആയിട്ട് മാറും. ഇത് ഓരോ ദിവസവും നമ്മൾ വ്യത്യാസം വരുത്തേണ്ടതാണ്. ഇപ്പൊ പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇത്തരം ഒരു സിറ്റുവേഷനിലാണ്. ഈ കൂടുതൽ കൊടുക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മളുടെ ഈ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ അവാർഡുകളും റിവാർഡുകളും നമ്മൾ തേടി വരുന്നുണ്ടാവും. ഒരു ദിവസത്തിൽ നമ്മൾ ഈ ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാ ദിവസത്തെയും പോലെയാണ് ഒരു ദിവസം കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടാവില്ല. നമ്മുടെ പർപ്പസിൽ ജീവിക്കുക. നമുക്ക് ഇവിടേക്ക് വന്നതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അതിനകത്ത് ജീവിക്കുക. വൺ സ്റ്റോറി അറ്റ് എ ടൈം എന്ന് പറയും. ഒരു കഥ, നമ്മളുടെ ഒരു സ്റ്റോറി നമ്മൾ ഉണ്ടാക്കുക. എന്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പലപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പെൻഡൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്റർഡിപെൻഡൻസ് എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ പറയും ഞാൻ ഞാൻ സ്വയം ബിൽഡ് ചെയ്ത, അങ്ങനെയൊന്നും ഒരിക്കലും പറ്റില്ല എന്ന് ആദ്യം തിരിച്ചറിയും. ആദ്യം ഡിപ്പെൻഡൻസിലായിരിക്കും, പിന്നെ ഇൻഡിപെൻഡൻസിലാവും, പിന്നെ ഇന്റർഡിപെൻഡൻസ്. ഇതാണ് നമുക്കൊരു ഒരു ലെവലിൽ കടക്കാൻ പറ്റുക എന്നുള്ളത് തിരിച്ചറിയാം. ഇന്റർഡിപെൻഡന്റ് എന്ന് താൻ ഇൻഡിപെൻഡന്റ് എന്ന് പറയും. പലപ്പോഴും നമ്മൾ പറയും ഞാൻ സ്വയം സെൽഫ് മെയ്ഡ് ആന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവരൊന്നും ഒരു ലെവലിന്റെ അപ്പുറത്തേക്ക് പോകില്ല എന്നുള്ള തിരിച്ചറിയാം. ഒരാളുടെ സഹായമില്ലാതെ ഒരാൾക്കും ഗ്രോ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളും അതുപോലെ തന്നെ സഹായിക്കേണ്ടി വരും എന്നുള്ളത് തിരിച്ചറിയും. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. ട്രസ്റ്റഡ് എന്ന് പറയും. അത് കുറെ നാൾ കൊണ്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ 1 മാസം 2 മാസം കൊണ്ടൊന്നും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ റിലയബിൾ ആവും. ട്രസ്റ്റിന്റെ ടീം ആറും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റിലയബിൾ ആകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ട്രസ്റ്റ് ബിൽഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഒരാളെ മനസ്സിലാക്കുക, അത് നമ്മളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ട്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് വളരെ സമയമെടുത്തുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ സ്റ്റെബിലിറ്റി. ഇങ്ങനെയാണ് പതുക്കെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ ടൈം ആണ് ട്രസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇത് ബിൽഡ് ചെയ്യാൻ ഇത്ര സമയം എടുക്കുമെങ്കിൽ നഷ്ടപ്പെടാൻ വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി എന്നുള്ളത് മറന്നുപോകും. ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആക്കുന്നത്. നിങ്ങൾ എന്തുമാത്രം ട്രസ്റ്റ് വർത്തിയാണ്. ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ് ആണെന്നുള്ള നമ്മൾ തിരിച്ചറിയാം. നമ്മൾ പലപ്പോഴും ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ആണ് ഓരോരുത്തരുടെ അടുത്തും സ്റ്റാർട്ട് ചെയ്യുന്ന ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ആണ്. ഇവിടെ ഡെപ്പോസിറ്റ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. വിഡ്രോവൽസ് ഇല്ല. ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽസ് ഇല്ല എന്ന് നമ്മൾ ഓർത്തോണം. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് എത്ര രീതിയിൽ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പൊ അത് എത്ര മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ചില കമ്മിറ്റ്മെന്റുകൾ നമ്മൾ പറയുന്നുണ്ടാവും. അത് കീപ്പ് ചെയ്യുന്നുള്ളതൊന്ന് എൻഷുർ ചെയ്യണം. ചുമ്മാ പറയുക മാത്രമല്ല. ചില കണ്ടീഷനിൽ അവർ ചില കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, അല്ല നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് ക്ലാരിഫൈ ചെയ്യണം. പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെക്ടേഷൻ രണ്ടുപേരും വെച്ചുകൊണ്ടിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിൽ വിഡ്രോവൽസ് വരുന്ന പോലെയാണ്. ഒരു പേഴ്സണലി ഒരാളുമായിട്ടുള്ള കാര്യത്തിൽ ചില സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പേഴ്സണൽ ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സാധനം പറയുകയില്ല, ഇതിങ്ങനെയാണ്, ഇതെനിക്ക് സാധിക്കുന്നുണ്ടാവില്ല എന്നുള്ള കാര്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ വിഡ്രോവൽസിൽ നിന്ന് നമുക്ക് മാറിയിക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷമ പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് അപ്പോളജി ചെയ്യുക. അത് കൃത്യമായിരിക്കണം. വെറുതെ ഒരു ജസ്റ്റ് ഒരു പറച്ചിലായിരിക്കും. നിങ്ങൾക്ക് എന്തുമാത്രം അറിവുണ്ടോ എന്നുള്ളതൊന്നും ആൾക്കാർ മൈൻഡ് എത്തില്ല. നിങ്ങൾ അവരെ എത്രമാത്രം കെയർ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് പീപ്പിൾ ഡോണ്ട് കെയർ ഹൗ മച്ച് യു നോ. നിങ്ങൾ എത്ര വലിയ അറിവുള്ള ആളാണെങ്കിലും ഒന്നും ആൾക്കാർ അത് നമുക്ക് പുറമേ തോന്നുന്നുണ്ടാവും. അവരുദ്ദേശിക്കുന്ന ഹൗ മച്ച് യു കെയർ. നമ്മൾ എത്രമാത്രം ഒരാളെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാമല്ലോ, അവർക്ക് അങ്ങനെ വന്നോളൂ, ശരിയായിക്കോളൂ. ചില സ്ഥലത്ത് ഒട്ടും ഫ്ലെക്സിബിൾ അല്ലായിരിക്കും നമ്മൾ. പലപ്പോഴും നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വേറൊരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടും അപ്പോളജി പറയാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊരാൾ വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറിച്ച് നമ്മൾ തിരിച്ചുള്ള ഒരാളാണെങ്കിൽ കഴിഞ്ഞു, അതിൻ്റെ അകത്ത് വേറൊരാൾ നിങ്ങളെ ഇതൊന്നും ഓർമ്മിപ്പിക്കില്ല. അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ആ കാര്യങ്ങളെ പോളിഷായിട്ട് നിർത്തും, അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് നിങ്ങളുടെ കോർ ടീമാണ് നിങ്ങളെ ഉണ്ടാക്കുന്നത്, ഇല്ലാതാക്കുന്നതെന്ന് പറയുന്നത്.
മറ്റുള്ള ആൾക്കാർ ഇഷ്ടംപോലെ അഭിപ്രായങ്ങൾ പറയും, വന്നിട്ട് ടോട്ടൽ ഭൂരിപക്ഷ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ എത്തിക്സും വാല്യൂസും അനുസരിച്ചിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമ്മൾ അഭിപ്രായം മാറ്റും. നിങ്ങൾ ചിലപ്പോൾ കണ്ടില്ല, ചില ആൾക്കാർ പോയിട്ട് നല്ല സിനിമയൊക്കെ കാണും, അവർക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്നിട്ട് വന്നിട്ട് ഇവർ വല്ല റിവ്യൂ വായിക്കും. അപ്പൊ ആ റിവ്യൂ വായിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതനുസരിച്ചുള്ള റിവ്യൂ ആയിരിക്കും അയാൾ ഉണ്ടാവും. ഇത് വായിച്ചതിന് ശേഷം, ഈ റിവ്യൂ വായിച്ചതിന് ശേഷം അഭിപ്രായം മാറ്റുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് സിനിമ ആസ്വദിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും നോക്കി ഇങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ. ഇത് മറ്റുള്ള ആൾക്കാർക്ക് അറിയാനും പറ്റും. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല ഉണ്ടാകുന്നത്, നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്ത് ചലഞ്ചസ് വരുന്ന സമയത്തും അതിനെ ഭയമില്ലാതെ നേരിടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിയർലെസ് ആയിരിക്കും. സിറ്റുവേഷൻസ് ഒക്കെ വരും. ഇപ്പൊ ചില ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പൊ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്ന സമയത്ത് ആൾക്കാരോട് വളരെ മനോഹരമായിട്ട് പറയുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ. പക്ഷെ ഡെഡ്ലി അഗ്രസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് എല്ലാ പഴികളും കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക, അവരെ കുറ്റപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെയാണ് റിയൽ ആയിട്ടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫിയർലെസ് ആയിരിക്കും. ചില സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി അഗ്രസ്റ്റ് ആയിരിക്കും, നമ്മൾ ആകണം എന്ന് കരുതുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ നടക്കുക. പക്ഷെ ഈ സമയത്ത് നമുക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന നിങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഞാനുണ്ട്, പക്ഷെ ഇതൊന്നും അല്ല ഞാൻ. എനിക്കറിയാവുന്നൊരു ഞാനുണ്ട്. ഈ ഞാനാരാ? ഇവിടെയാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരാളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറയണം, ആരോട് ഇത് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളോട് മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ ഇയാൾ ഇതുപോലെ തന്നെ 3, 4, 5 ആൾക്കാരോട് പറയുന്നുണ്ടാവും. അതൊരു ഇഷ്യൂ അല്ല. പക്ഷെ നിങ്ങളിലൂടെ ആ കാര്യം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ട്രസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഒരിക്കലും ആ ആള് നിങ്ങളെ ഇതിലേക്ക് എടുക്കുന്നുണ്ടാവില്ല, മറന്നുപോകും. അത് പിന്നെ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു എൻകറേജർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ഒരു പാഷൻ ഉണ്ടാവണം, ആൾക്കാരുടെ ഒരു പാഷൻ ഉണ്ടാവും. അവിടെ ഒരു ആൾക്കാരെ വായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ്. ചില നിങ്ങൾക്ക് അറിയാൻ പറ്റും, പതുക്കെ പതുക്കെ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണം. നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നു, അവരുടെ മുഖഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ ചില ആക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഐ ആം സോറി എന്ന് പറയുന്നത് നല്ല പവർഫുൾ ഉള്ള ആൾക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം. തീരെ ഒരു പവറും ഇല്ലാത്ത, ഒരു സെൽഫ് എസ്റ്റിമയും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഈ സോറി എന്നൊക്കെ പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള, ഞാൻ എന്തായാലും ക്ഷമ പറയുന്ന കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ തീരെ വീക്കായിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അവരോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെയൊക്കെ ഒരാൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, വളരെ വീക്കായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അയാളെന്നുള്ളത്. മറിച്ച് ഒരുപക്ഷെ അയാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും ഓക്കെ സോറി, ഐ ആം സോറി എന്ന് പറയാൻ ഒരാൾക്ക് പറ്റും. വെറും സോറി അല്ല, ഐ ആം സോറി എന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഏതൊരു സാഹചര്യത്തിലും ഒരു വിൻ വിൻ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ ക്രെഡിറ്റും പ്രൈസും ഒക്കെ ഷെയർ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നു. എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഈ മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്താണ് എത്തിച്ചേണ്ടത് അതിന്റെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യും. ഫൈനൽ റിസൾട്ടിന്റെ ഒരു പിക്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും പോക്കറ്റിൽ ഒരു ഐഡിയ ബുക്കും ഉണ്ടാവും. നിങ്ങൾ ചുമ്മാ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഐഡിയ തോന്നും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഐഡിയകളാന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺഷ്യസിൽ നിന്ന് വരുന്ന ഐഡിയാസ് ആണ്. അത് നോട്ട് ചെയ്തോ. നിങ്ങൾ കുറെ ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച് വർക്ക് ചെയ്തതിനൊക്കെ കൂടുതൽ റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ബുക്ക് ഉണ്ടാവും, ഒരു ചെറിയ ബുക്ക് കയ്യിൽ കരുതണം. എപ്പോഴെങ്കിലും ഒരു യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു എന്ന രീതിയിൽ എന്തെങ്കിലും ഐഡിയ വരികയാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് പ്രയോജനപ്പെടുന്നുണ്ടാവും.